അങ്ങ് ജിമ്മിൽ പോകാറുണ്ടോ ഇപ്പോഴും? ജിമ്മിൽ മാത്രമല്ല, ഞാനൊരു ചെറിയ കുട്ടിപ്രായത്തിൽ കളരിയടക്കം കളരിയിൽ നിന്ന് തുടങ്ങി ഞാനത് ഇന്നും ജിമ്മിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു 2 മാസം മറ്റും കുറച്ച് ബാക്കോട്ട് പോയിരുന്നു. അപ്പം ഞാനത് പഴയ പൊസിഷനിലേക്ക് ഞാൻ തിരിച്ചെത്തി. ഇന്നും ജിമ്മ് പങ്കെടുത്തിട്ടാണ് ഞാൻ വന്നത്. അതെൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. മനസ്സിന് ഒരു കരുത്ത് പകരുന്ന ഒരു പ്രശ്നമാണ് ഈ ആരോഗ്യ സംരക്ഷണം. ഓക്കെ, താങ്കളുടെ ഞാൻ ചോദിക്കാൻ കാരണം താങ്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കിംവദന്തികൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഓർമ്മയില്ല, ബലമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു, ബലം ക്ഷയിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും. എൻ്റെ കുട്ടിപ്രായത്തിൽ ഞാനൊരു കഥ വായിച്ചിരുന്നു. ആ കഥ നമ്മളെ നാട്ടിലുള്ള ഒരു പ്രായം ചെന്നൊരു മുസ്ലിമോട് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, നിങ്ങളെന്താ മരിക്കാത്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കാനായിട്ടില്ല എന്ന്. ഇവൻ പറഞ്ഞു, മരിക്കാനായി എന്ന് പറഞ്ഞു. ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് പിടിച്ചൊരു കഥയുണ്ട്. ഈ കഥ അതിൻ്റെ ഭാഗമാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനാണ് അറിയേണ്ടത്, ഞാനാണ് പറയേണ്ടത്. ഞാൻ ഏതെങ്കിലും ഡോക്ടറായി ഈ സമീപത്ത് ഇന്നത്തെ 2-3 മാസത്തിനുള്ളിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, ചികിത്സയുടെ അസുഖം ഉണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു, അത് കംപ്ലീറ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2-3 മാസമായി വീണ്ടും എൻ്റെ പഴയ ദിനചര്യ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. BP ആണോ, ഷുഗറാണോ, പ്രഷറാണോ, ഏതാണ്? എനിക്കൊന്നുമില്ല, BP ഇല്ല, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല. ഈ 3 സാധാരണ മലയാളികൾക്കുള്ള ഒരു പ്രശ്നം ഇതാണ്. അല്ല, എനിക്കതില്ല. ഇല്ല. ഓക്കെ. എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ അതല്ലെങ്കിൽ എനിക്ക് ഷുഗറൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വെയിറ്റ് എത്രയാണ് ഇപ്പോൾ? എത്രയാണ് വെയിറ്റ്? ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് 87 കിലോ. അതായത് 76-കാരനായ സുധാകരന് 86 കിലോ ഭാരമുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു അംഗത്തിനുള്ള ബാല്യം കൂടെ അവശേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അത് അങ്ങനെ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും ആവും, എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ആവും. എല്ലാവരും അങ്ങനെ ശ്രദ്ധാപൂർവം ആരോഗ്യ സംരക്ഷണം നടത്തിയാൽ എല്ലാ ആളുകൾക്കും അതുപോലെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. കണ്ണൂരിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഈ ആരോഗ്യ സംരക്ഷണത്തിൽ കുറച്ചധിക പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഏറെ ആളുകളൊന്നും ഈ വ്യായാമത്തിൽ എടുക്കുന്ന ആളുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. അവിടെ 1-2 കളരിയൊക്കെ ഉണ്ട്. ആ കളരിയിലൊക്കെ ചെറിയ കുട്ടികൾ പങ്കെടുക്കുന്നു എന്നല്ലാതെ ഏതാണ്ട് ഒരു മിതമായ ചെറുപ്പക്കാർ, ഒരു യുവത്വത്തിൻ്റെ പ്രായത്തിൽ നിന്ന് തുടങ്ങിയ അത്തരം ആളുകളെ ഒന്നും ഞാനിതുവരെ എവിടെയും കണ്ടിട്ടില്ല. വളരെ കുറവേ ആളുള്ളൂ അത്രയും. ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. താങ്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് വിജയിക്കുന്നു. വിജയിച്ചതിന് പിന്നാലെ താങ്കൾക്ക് KPCC അധ്യക്ഷ പദവിയിലേക്ക് അവധിക്ക് ശേഷം തിരികെ വരാൻ MM ഹസൻ മാറിത്തരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം, അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. ഏറ്റവും ഒടുവിൽ ആഴ്ചകൾക്ക് മുമ്പ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പിന്നാലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താങ്കൾ മാറുമെന്നൊരു വ്യാപകമായ പ്രചാരണം നടക്കുന്നു. പക്ഷേ പരസ്യ പ്രതികരണത്തിന് നേതാക്കന്മാരാരും തയ്യാറാകുന്നില്ല. ഇതിന് പിന്നിൽ ഒരു സംഘടിതമായ നീക്കമുണ്ടെന്ന് കരുതുന്നു. അതിൻ്റെ അർത്ഥം തന്നെയല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം പറയുന്നതിനും ജനങ്ങൾ അറിയുന്നതിനും എന്താ കുഴപ്പം? ആരും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ആരും കേട്ടില്ല, ആരോടും കേൾക്കാൻ നിന്നുമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു അപഖ്യാതി പ്രചരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ തോന്നുന്നുള്ളൂ. അത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം ആർക്കാണ്? കാരണം താങ്കളെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് CPMൻ്റെയോ BJPയുടെയോ ഒന്നും ലക്ഷ്യമല്ല. ഒന്നെങ്കിൽ താങ്കൾക്കൊപ്പമുള്ള ചിലർ, അല്ലെങ്കിൽ താങ്കളുടെ എതിർചേരിയുള്ള ചിലർ. അവിടെ നിന്ന് ബോധപൂർവമായൊരു നീക്കം ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവും? അല്ല, അത് എനിക്കൊരു പ്രശ്നം വെക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഞാനതിനോട് പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആര് എന്ത് ചെയ്താലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്യാത്ത ഒരു വിഷയമാണ്. ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ അങ്ങേക്ക് അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ കഴിയുമെങ്കിലും ഞങ്ങളെക്കാളേറെ അങ്ങേക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആരാണ്, എന്താണ് അവരുടെ നിലപാടുകളെന്നൊക്കെ. അവരോടുള്ള സുധാകരൻ്റെ ഒരു സമീപനം ഇനി അങ്ങനെയായിരിക്കും? എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പറ്റുമോ? ഇല്ല. കാരണം സാമൂഹിക ജീവിതത്തിൻ്റെ അകത്ത് പരസ്പര സ്നേഹവും പരസ്പര ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ മാറ്റിവെക്കേണ്ടി വരും, മറച്ചു പറയേണ്ടത് മറച്ചു പറയേണ്ടി വരും. അത് സ്വാഭാവികമാണ്, നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇടതു നേതാവും കൂടിയായ ജോൺ പിഡാസ് MP ഒരു പൊതുവേദിയിൽ വെച്ച് അങ്ങയെക്കുറിച്ച് പറഞ്ഞു, അങ്ങൊരു ശുദ്ധനായ മനസ്സിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പുറത്തു വരികയും ചെയ്യുന്നു. ഒരുപക്ഷേ ഈ അങ്ങേ കൂടുതൽ വിവാദങ്ങളിലേക്ക് കൊണ്ട് നയിക്കുന്ന പ്രസ്താവനകൾ
അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെ ഉള്ളിലുള്ളത് അങ്ങനെ തുറന്നു പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. തുറന്നു പറയുന്നത് കൊണ്ട് ആവണമെന്നില്ല. ഉള്ള കാര്യം യാഥാർത്ഥ്യം. ഞാൻ യാഥാർത്ഥ്യം പറയുന്നതിനോട് യോജിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇന്നലത്തെ പത്രത്തിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടു കാണും ശശീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ പിന്നെ വയനാട്ടിലെ കാട്ടുമൃഗങ്ങൾ ഈ ഞാൻ എൻ്റെ കാലത്ത് കാട്ടുമൃഗങ്ങളെ ഞാൻ നിയന്ത്രിക്കാൻ നോക്കിയതും അത് പൊളിഞ്ഞു പോയതുമായ കഥ പറഞ്ഞത് പുള്ളി പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പുള്ളി പറഞ്ഞത് സുധാകരൻ അത്രയും സത്യസന്ധമായി പറഞ്ഞത് നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം മറച്ചു വെക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം പൊക്കിയെടുക്കുന്നത്? എനിക്കതിനോട് യോജിപ്പില്ല. ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി യാഥാർത്ഥ്യമായി പ്രശ്നങ്ങളെ വിലയിരുത്താനും ആളുകളെടുക്ക ഡിസ്കസ് ചെയ്യാനും മനസ്സ് കാണിക്കുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു ജീവിത ശൈലിയാണ്. കുട്ടിപ്രായത്തിലേ അങ്ങനെയാണ്. അച്ഛനും അമ്മയും കുട്ടിപ്രായത്തിൽ വടിയെടുത്ത് അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോഴും ഞാൻ പറയാറുണ്ട്, അച്ഛനോട് ചിരിച്ചുകൊണ്ടും പറഞ്ഞിരിക്കാറുണ്ട്, ഞാൻ അങ്ങനെ പറയൂ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കിപ്പോഴും അത് ബോധ്യം ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൻ്റെ അകത്ത്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കളടക്കം അങ്ങയുടെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം സുധാകരൻ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. യെസ്, അത് എവിടെങ്കിലും പാർട്ടിയെ വെട്ടിലാക്കിയെന്ന് തോന്നുന്നു? ഒരിക്കലുമില്ല. ആക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുമില്ലല്ലോ. എൻ്റെ പാർട്ടിയെ ഞാൻ വെട്ടിലാക്കിയിട്ട് ഞാൻ സത്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അഭിമാനിക്കാനുള്ള വിവരക്കേടൊന്നും എനിക്കില്ല. ആ വിവരക്കേട് ഞാൻ കാണിക്കില്ല. എൻ്റെ പാർട്ടി തന്നെ. എൻ്റെ പാർട്ടിയുടെ താല്പര്യങ്ങൾ അത് എൻ്റെ താല്പര്യങ്ങളാണ്. ആ താല്പര്യത്തിന് സംരക്ഷണം പകരുക എന്നുള്ളത് എൻ്റെ ഒരു ലൈഫ് എംബിഷനാണ്. അത് അതുപോലെ ഞാൻ കൊണ്ടുപോകും.